നമസ്കാരം. അസ്ട്രോളജറാണ് ജ്യോതി സത്യൻ. നമ്മൾ ഇവിടെ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഒരു യോഗമാണ്. അതിമാനുഷിക യോഗം എന്ന് പറഞ്ഞൊരു യോഗം. സാധാരണ നമ്മളാരും അധികം പ്രതിപാദിക്കാത്ത, അല്ലെങ്കിൽ അധികം ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെടാതെ പോയിട്ടുള്ള ഒരു യോഗമാണ്. പക്ഷേ ഇത് അതിശക്തമായൊരു യോഗം തന്നെയാണ്. അപ്പം സാധാരണ നമ്മൾ പറയുന്നത് ലക്ഷ്മി യോഗം പറയാം, അതുപോലെ തന്നെ രാജയോഗം, അതൊക്കെ നമ്മൾ പറയുന്നുണ്ട്, ശശമംഗള യോഗം, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ അതിമാനുഷിക യോഗം എന്താണെന്നുള്ളത് ചില പൗരാണിക ഗ്രന്ഥങ്ങളിൽ മാത്രം പ്രതിപാദിക്കുന്ന ഒന്നാണ്. പക്ഷെ അത് വളരെ അതിശക്തമായൊരു യോഗമാണ്. അതുള്ള വ്യക്തികൾ, ഞാനിവിടെ പ്രതിപാദിക്കാൻ പ്രധാന കാരണം, അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരു എന്താ പറയുക, ഒരു ഒരു വഴികാട്ടിയാവണം നമ്മുടെ ഈ സംസാരം, അല്ലെങ്കിൽ ഈ ഒരു വിഷയം അവർക്ക് ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് ഇങ്ങനൊരു യോഗമുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത് യോഗം എന്ന് പറയുന്നൊരു സംയോഗം കൊണ്ടുണ്ടാകുന്നതാണ്. അതായത് കുജനും രാഹുവും തമ്മിൽ ചേർന്ന് നിൽക്കുക, അല്ലെങ്കിൽ കുജനും രാഹുവും പരസ്പര ദൃഷ്ടി ചെയ്ത് നിൽക്കുക, അവ മൂലത്രികോണമായിട്ട് വരിക, അല്ലെങ്കിൽ കേന്ദ്രാധിപത്യം വഹിച്ച് നിൽക്കുന്ന രാശി കേന്ദ്രത്തിൽ നിൽക്കുക. അവര് കുജൻ കേന്ദ്രാധിപത്യം വഹിച്ച് നിന്നിട്ട് അപ്പൊ അവരെ സംയോജിച്ച് നിൽക്കാം, അല്ലെങ്കിൽ പരസ്പര ദൃഷ്ടിയോടെ നിൽക്കാം, ത്രികോണഭാവത്തിൽ നിൽക്കാം. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് രാഹുവും അതുപോലെ തന്നെ അടുത്ത ആളാണ് കുജൻ. അപ്പൊ അവര് 1, 4, 7, 10 അല്ലെങ്കിൽ 5, 9 ഭാവങ്ങളിൽ നിന്നിട്ട് പരസ്പര ദൃഷ്ടി വരിക, സംയോഗം ചെയ്യുക. അങ്ങോട്ട് ആ ഭാവത്തില് ഇവിടെ രാഹുവിന്റെ കൂടെയോ അല്ലെങ്കിൽ കുജന്റെ കൂടെയോ ലഗ്നം വരിക. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു യോഗമാണ് ചന്ദ്രൻ വരിക. ഇതൊക്കെ വരുമ്പോഴാണ് അതിമാനുഷിക യോഗം എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ വളരെയധികം എന്താ പറയുക, അതിസാഹസികതയുള്ള ആൾക്കാരാണ്. വളരെയധികം ധൈര്യവും ശൗര്യവും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറും അയാൾ. അപ്പോൾ അയാൾക്ക് വളരെയധികം കോപം ഉണ്ടാകും. സാഹസികത ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും. സത്യത്തിന് വേണ്ടി എന്തും ത്യജിച്ച് മുന്നോട്ട് പോകാനുള്ള ആത്മധൈര്യവും, അതുപോലെ ഒരു യോദ്ധാവാണ്, യുദ്ധവീരനായിട്ടാണ് ആ വ്യക്തി. സ്ത്രീ ആയാലും പുരുഷനായാലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇവിടെ വരുന്ന എന്താന്ന് വെച്ചാൽ, ഈ ഗ്രഹങ്ങൾ ഇങ്ങനെ സംയോജിച്ച് നിൽക്കുക, അവിടെ ഗുരുവിന് ബലമില്ലാതെ വരിക, അല്ലെങ്കിൽ ഗുരുവിന്റെ ദൃഷ്ടിയില്ലാതെ വരിക, ശുക്രന്റെ ദൃഷ്ടിയില്ലാതെ, അതായത് നല്ല ഗ്രഹങ്ങളുടെ ദൃഷ്ടിയിലല്ല, പകരം ഗുളികന്റെ ദൃഷ്ടിയൊക്കെയാണ് വരുന്നതെങ്കിൽ ഈ അതിമാനുഷിക യോഗമുള്ള വ്യക്തി വളരെ പെട്ടെന്ന് ചടുലമായിട്ട് ആയിരിക്കും അയാളുടെ നീക്കങ്ങളൊക്കെ. കോപം വളരെ വർദ്ധിക്കണം, ഇമ്പൾസീവായിട്ടുള്ള ഡിസിഷൻസ് എടുക്കും. അതുപോലെ തന്നെ അയാൾക്ക് അയാളുടെ എന്താ പറയാ, കോപം നിയന്ത്രിക്കാനാവാതെ പലപ്പോഴും പോകും. അപ്പൊ ഇതൊക്കെ ആക്സിഡന്റുകൾ ഉണ്ടാക്കാനും, അതുപോലെ വിവാദങ്ങളിൽ ഉണ്ടാക്കാനും, ശത്രുക്കൾ ധാരാളം ഉണ്ടാകാനും, ആ ശത്രുക്കളുടെ വേട്ടയാടപ്പെട്ട് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്കൊക്കെ പോകാൻ, അതായത് ഗുരുവിന്റെ ദൃഷ്ടിയില്ലാതെ വരിക, നല്ല ഗ്രഹങ്ങളായിട്ട് ശുക്രന്റെ ദൃഷ്ടിയില്ലാതെ വരിക, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഈ സംയോഗം, അങ്ങനെയൊക്കെയുള്ള ഒരു ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയില്ലാതെ ഗുളികനെ പോലുള്ള അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങളാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആ വ്യക്തിയിൽ ഉണ്ടാവും. അപ്പൊ ആ വ്യക്തി തീർത്തും അപകടകരമായ മരണത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് പറ്റി കിടക്കാൻ സാധ്യതയുണ്ട്, ശത്രുക്കളാൽ വേട്ടയാടപ്പെടാൻ സാധ്യതയുണ്ട്, വിവാദങ്ങളിൽ അകപ്പെടാൻ സാധ്യതയുണ്ട്, ജയിലിൽ കാരാഗ്രഹവാസത്തിന് പെട്ടെന്ന് അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതകൾ ധാരാളമാണ്. എന്നാൽ ഈ കുജനെയും രാഹുവും ഒരേ മൂലത്രികോണത്തിൽ നിൽക്കുക, പരസ്പര ദൃഷ്ടിയിൽ നിൽക്കുക, ചന്ദ്രനും ലഗ്നവും അതിൽപ്പെടുക, ഇങ്ങനെയൊക്കെ വന്നിട്ട് അങ്ങോട്ട് ശുഭദൃഷ്ടി ഉണ്ടെങ്കിൽ, വ്യാഴത്തിന്റെ ദൃഷ്ടി നന്നായിട്ടുണ്ടെങ്കിൽ അയാള് ഒരു സമര നായകനായിട്ട് മാറും. സമരവീര്യം ഉൾക്കൊണ്ട് സമരനായകനായിട്ട് ഒരുപാട് ആൾക്കാർക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സമര പോരാളിയായിട്ട് നിൽക്കുന്ന, ഒരു വാരിയറായിട്ട് മാറുന്ന ഒരവസ്ഥ, അങ്ങനെയും ഈ യോഗത്തെ നമുക്ക് ആ സമയത്ത് അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ആസ്പെക്ട് അതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു യോഗമുണ്ടെങ്കിൽ, ഈ അതിമാനുഷിക യോഗം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അത് അതിനെ അതിൻ്റെ ദോഷവശങ്ങളെ നമ്മൾ മാറ്റണം. അതിന് ചെയ്യാനുള്ള പരിഹാരം കൂടി ഇവിടെ നമ്മൾ പറയുന്നുണ്ട്. അതായത് കുജ ദോഷശാന്തി ചെയ്യുക. നമ്മൾ നവഗ്രഹത്തിൽ കുജ ദോഷശാന്തി ചെയ്യുക. അതുപോലെ തന്നെ രാഹു ശാന്തി പൂജയും ചെയ്യുക.
ഗുരുവിനെ ബലപ്പെടുത്തുക, ചന്ദ്രനെ ബലപ്പെടുത്തുക. ചന്ദ്രൻ മനസ്സിന്റെ കാരകനാണ്. അപ്പൊ ചന്ദ്രന് ബലമില്ലാതെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അയാളുടെ മൂഡ് ഫ്ലക്ച്വേഷൻ മാറും. അയാൾക്ക് കുജന്റെ തീവ്രതയിലേക്ക് അയാൾ കോപാധിക്യം കൊണ്ട് എടുത്തു ചാടും. അത് പല പ്രശ്നങ്ങളിലേക്ക് പിന്നീട് മാറും. അപ്പൊ അതുകൊണ്ടാണ് നവഗ്രഹത്തിൽ കുജനെയാണ് നമ്മൾ പൂജിക്കുക. ഭദ്രകാളി പൂജകൾ, ദുർഗാപൂജകളൊക്കെ ചെയ്യുക ധാരാളം. ഇയാളുടെ കോപത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി, മൈൻഡ് ബാലൻസ് ചെയ്യാൻ വേണ്ടി, ഗുരുവിന്റെ ശക്തിയെ പരിപൂർണമായിട്ട് ഉച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ മഹാവിഷ്ണു ഭജനം, സഹസ്രനാമ സ്തോത്ര ഭജനം, ഇതൊക്കെ വളരെയധികം ഗുണം അയാളിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ അതിമാനുഷിക യോഗം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഉള്ള ആൾക്കാർ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുന്നതായിരിക്കും. ഇത് ഈ യോഗം കണക്ട് വരുന്നത് പുരാണങ്ങളിൽ അഭിമന്യുവിനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അഭിമന്യു നമുക്കറിയാമല്ലോ, അതിസാഹസ്യം, അതിപോരാളി, അതിവീരത, അതിശൂരതയുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ശത്രുക്കളുടെ ആക്രമണത്തിൽ, ഒളിച്ചിട്ടുള്ള ആക്രമണത്തിൽ പത്മവ്യൂഹത്തിൽ അകപ്പെട്ടു പോയ ഒരു പോരാളിയാണ്, അതിസാഹസികൻ. നമ്മളിപ്പോഴും അഭിമന്യുവിനെ പറയുമ്പോൾ വളരെയധികം നമുക്കും ഭയങ്കര ടച്ചിങ് ക്യാരക്ടറാണ്. അപ്പോൾ ആ അഭിമന്യുവിൻ്റെ ഗതി നമുക്കുണ്ടാകാതിരിക്കാൻ നമ്മൾ ഈ വഴിപാടുകളും പരിഹാരങ്ങളും ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പം നിങ്ങൾക്ക് ഈ വിഷയം ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ യോഗ, നമ്മുടെ ഈ കോമ്പിനേഷൻ, കുജനും രാഹുവും ഒന്നിച്ച് നിൽക്കുക, അത് കേന്ദ്രാധിപത്യം വഹിച്ച് നിൽക്കുക, ത്രികോണാധിപത്യം വഹിച്ച് നിൽക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, പരസ്പര ദൃഷ്ടിയിൽ നിൽക്കുക, അങ്ങോട്ട് ലഗ്നവും ചന്ദ്രനും അതിലും ഇൻവോൾവ് ആകുക ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ യോഗമുണ്ടെന്ന് പറയാം. തീർച്ചയായിട്ടും ഒരു അസ്ട്രോളജറെ കണ്ട് നമ്മളതൊന്ന് നോക്കിക്കുക, അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുക. ഇങ്ങനെയുള്ള യോഗങ്ങളുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും പരിഹാരം ചെയ്ത് നമുക്ക് അതിൻ്റെ നല്ല വശങ്ങളിലേക്ക് കടക്കാനും സാധിക്കും. അപ്പം ഇന്ന് ഞാൻ പറഞ്ഞ ഈ അതിമാനുഷിക യോഗത്തെക്കുറിച്ച് ഉള്ള അറിവ് നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു, പ്രയോജനകരമാകുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത ഒരു തവണ കാണാം. നന്ദി, നമസ്കാരം.